പല വീഡിയോകളിലൂടെയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കേരളം ഭരിക്കുന്നത് ഒരു പ്രോ BJP സർക്കാരാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഹിന്ദുത്വ ഐഡിയോളജികളൊക്കെ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. അതിൽ PM ശ്രീ പദ്ധതി മുതൽ ചില അഡ്വക്കേറ്റ് ജനറൽമാരുടെ നിയമനം മുതൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനം മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം മുതലുള്ള നിരവധി ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ചൂണ്ടിക്കാണിച്ച ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടി വന്നിരിക്കുന്നു. ആ ഉദാഹരണത്തിലൂടെ വെളിവാകുന്നൊരു കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് കൂടി സംഘപരിവാർ പക്ഷത്തേക്ക് മാറുന്നു എന്ന് പറയുന്ന സംശയമാണ് നമുക്ക് തോന്നുന്നത്. അതിലേക്ക് ഇടയാക്കിയിട്ടുള്ള ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി ഷോൺ ജോർജ് ആരാണെന്ന് നിങ്ങൾക്കറിയാം. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം നമ്മുടെ ഹൈക്കോടതിയിലേക്ക് കൊടുത്തിരുന്നു. ആ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയും അതിൽ ചില നിലപാടുകൾ എടുക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ കുറേ കൂടി വിശദാംശങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം വന്നത് എങ്ങനെയാണ് എന്നുള്ളത് മറ്റു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്താണെങ്കിലും ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് ഞാനിപ്പോൾ യഥാർത്ഥ കാരണത്തിലേക്ക് വരാം. അതിൽ നമുക്കറിയാം, 2025 ലോക്സഭയിൽ ഒരു വഖഫ് ഭേദഗതി ബിൽ ഈ BJP ഗവൺമെൻറ് അവതരിപ്പിച്ചിരുന്നു. അത് പാസ്സായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിലേക്ക് തന്നെ വഖഫ് ബോർഡുകൾ രൂപീകരിക്കുമ്പോൾ അതിൽ പുതിയതായി രൂപീകരിക്കപ്പെടുന്ന വഖഫ് ബോർഡുകളിൽ 2 പേർ മുസ്ലിം ഇതര മതങ്ങളിൽ നിന്നുള്ള ആളുകളായിരിക്കണം എന്ന് പറയുന്ന ഒരു നിർബന്ധമാണ് വെച്ചത്. എന്ന് പറഞ്ഞാൽ 2 പേർ അമുസ്ലിങ്ങളായിരിക്കണം എന്ന് പറയുന്ന നിർബന്ധം വെച്ചു. ആ ഒരു ഭേദഗതി കൊണ്ടുവന്നു. അത് നിയമമാണ്, ഇപ്പം നമ്മുടെ രാജ്യത്ത് നിയമമാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി ഹർജികൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും മുസ്ലിം ലീഗും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ആ വാദമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പുറത്തൊരു ഫൈനൽ തീരുമാനമായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫൈനൽ തീരുമാനമാകാതെ വരുമ്പോഴാണ് കേരളത്തിലാണ് ആദ്യമായിട്ട് ഈ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിയുകയും പുതിയ വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെടുകയും ചെയ്യേണ്ടി വന്നത്. അങ്ങനെ രൂപീകരിക്കപ്പെടേണ്ടി വന്നപ്പോൾ പിണറായി സർക്കാരിനെ കുറിച്ച് ഇവരൊക്കെ ഉന്നയിച്ചിരുന്ന ആക്ഷേപം എന്ന് പറയുന്നത്, അവർ BJPയുമായിട്ട് ഒത്തുചേർന്ന് സർക്കാരാണ്, CJP ആണ് ഇവിടെ ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ പിണറായി സർക്കാരടക്കം അല്ലെങ്കിൽ LDFും UDFും അടക്കം എടുത്തത് ഒരൊറ്റ നിലപാടായിരുന്നു. ആ നിലപാട്, ഈ വഖഫ് നിയമ ഭേദഗതിയിൽ ഈ ഒരു കാര്യം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് രാഷ്ട്രീയമായി അവരെടുത്തിരുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ തന്നെ നിലപാടെടുത്തത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 11 അംഗ സമിതിയിലേക്ക് 9 പേരെ മാത്രമേ തീരുമാനിച്ചിരുന്നുള്ളൂ. ബാക്കി 2 അംഗങ്ങൾ അമുസ്ലിങ്ങളായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ നിയമിക്കാൻ പിണറായി സർക്കാർ തയ്യാറായിരുന്നില്ല. അങ്ങനെ തയ്യാറാകാതിരുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഈ പുതിയ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഷോൺ ജോർജ് ഒരു ഹർജിയുമായി ഹൈക്കോടതിയുടെ അടുത്തേക്ക് എത്തി. ഹൈക്കോടതിയുടെ അടുത്തേക്ക് ഹർജി മാറ്റിയത് ഈ 2 അംഗങ്ങളെ കൂടി നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ഹർജി പോയത്. ആ ഹർജി പോയപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഗവൺമെൻറ് ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നു. അത് ഗവൺമെൻറ് നിലപാട് പറഞ്ഞത് നമുക്കറിയാം. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടുള്ളത് മുഹമ്മദ് ഷായാണ്. അദ്ദേഹം BJPയുടെ സംസ്ഥാന സമിതി അംഗമാണ്, കോർ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹമാണ് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം തന്നെ സമീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നോമിനി ആയിട്ടുള്ള സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ അവിടെ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റിൽ പറയുന്നൊരു കാര്യം, ഈ 14A പ്രകാരമുള്ള നിയമം അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറയുന്നൊരു അഫിഡവിറ്റാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഷോൺ ജോർജ് എന്താണോ ആവശ്യപ്പെട്ടത്, ആ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് അത്തരത്തിൽ ഒരു ബോർഡ് തന്നെ ഞങ്ങൾ രൂപീകരിച്ചോളാം എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെൻറ് ചെയ്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. പിണറായി സർക്കാരിനെ കുറിച്ച് വലിയ ആരോപണം ഉന്നയിച്ചിരുന്നത് CJP ആണെന്നും BJPക്ക് വേണ്ടി ഭരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി സർക്കാർ 2 അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ബോർഡിനകത്ത് വെക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ അത് വെച്ചോളാം, ഞങ്ങൾ ഈ നിയമം അതേപടി തന്നെ വളരെ സ്ട്രിക്റ്റായി ഞങ്ങളിത് പാലിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അഫിഡവിറ്റ് കോടതിയിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ നിലവിലിരിക്കുന്നൊരു നിയമമാണ്, അത് ഞങ്ങൾ പാലിക്കൂല എന്ന് കോടതിയിൽ പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നൊരു ന്യായം ചിലരെങ്കിലുമൊക്കെ ഉന്നയിച്ചേക്കാം. അങ്ങനെ ന്യായം പറയാൻ പറ്റില്ല, ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എങ്കിലും ഒരു അഫിഡവിറ്റ് കേരള ഗവൺമെൻറ് കൊടുക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ് കൂടി വേണമെങ്കിൽ എഴുതി വെക്കാം. ആ എഴുതി വെക്കാൻ കഴിയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്,
ഇത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ നിയമത്തിൻ്റെ സാധുത. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ്, അത് ഞങ്ങൾക്ക് എതിരഭിപ്രായമുണ്ട്. ആ എതിരഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഫൈനൽ വേർഡിക്റ്റ് വരുന്നതിന് അനുസരിച്ചായിരിക്കും ഞങ്ങളിവിടെ ബോർഡ് രൂപീകരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല സാധ്യതകളും ഇതിനെ ചെറുക്കാനുണ്ടോ എന്നുള്ളതൊന്നും പരിശോധിക്കാം. പക്ഷെ അങ്ങനെ ഒന്നും പരിശോധിച്ചില്ല എന്നുള്ളതാണ്. കൂടാതെ ഏതാണ്ട് BJPയുടെ ആവശ്യം ഞങ്ങളിത് അംഗീകരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഷംസുദ്ദീനാണ്. അദ്ദേഹമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അദ്ദേഹം തന്നെയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി. ആ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ കീഴിലാണ് ഇത്തരത്തിൽ വഖഫ് ബോർഡും കൂടി പെടുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയണം. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് ഇവരുടെ സംസ്ഥാന നേതാവായിട്ടുള്ള മുഹമ്മദ് ഷായി അറിഞ്ഞുകൊണ്ട് സമീറാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം അവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരായ ആളുകളുടെയൊക്കെ വിചാരവും എന്ന് പറയുന്നത് ഈ നിയമത്തിന് എതിരായിരുന്നു. ആ വിചാരവും ഒന്നും പ്രതിഫലിക്കാത്ത ഒരു അഫിഡവിറ്റ് BJPയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായിട്ടുള്ള ഒരു അഫിഡവിറ്റ് ഇവർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഷോർട്ട് ടൈം ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പം ഹംസ എന്ന് പറയുന്ന ഒരു ആളെയാണ്. അവർ മുസ്ലിം ലീഗിലുണ്ടായിരുന്ന, പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പൊന്നാനിയിൽ നിന്നൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ വഖഫ് ബോർഡിനെ ചെയർമാനായി വെച്ചിട്ടുള്ളത്. ആ ചെയർമാനായി വെച്ചിട്ടുള്ള ആളെ എങ്ങനെ ഒഴിവാക്കാം, ഞങ്ങളുടെ ഒരു പുതിയ ബോർഡ് എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് പറയുന്ന താൽക്കാലികമായിട്ടുള്ളൊരു വികാരവും ഒരു ആവേശവുമാണ് മുസ്ലിം ലീഗിനെ നയിച്ചത് എന്നുള്ളതാണ് വിചാരിക്കുന്നതെങ്കിൽ, മിക്ക ആളുകളും അത്തരത്തിലാണ് കാണുന്നതെങ്കിൽ ഞാൻ അതുപോലും കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് BJPക്ക് സംഘപരിവാറിന് അങ്ങേയറ്റം കീഴടങ്ങിയിട്ടുള്ള ഒരു മുസ്ലിം ലീഗും അങ്ങേയറ്റം കീഴടങ്ങിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുമാണ് നമുക്കുള്ളത്. അത്തരത്തിൽ ഒരു പ്രോക്സി BJP ഗവൺമെൻറ് കൂടിയാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ നമുക്കറിയാം, ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം, റോജി എം ജോൺ അടക്കമുള്ള ആരും തന്നെ ഗവർണറുടെ നിയമനങ്ങളിൽ ഇടപെടാനോ അദ്ദേഹം പറയുന്ന ആളുകളെ നിയമിക്കാൻ വേണ്ടിയൊക്കെ മത്സരിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി പോലും ഞാൻ വിചാരിക്കുന്നത് ഗവർണർക്ക് താല്പര്യമുള്ള ഒരാളെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനകത്ത് നിന്നുള്ള എതിർപ്പുകൾ പോലും അവഗണിച്ചുകൊണ്ട് വെക്കാൻ VD സതീശൻ തയ്യാറായത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് കൂടാതെ ഇതിൻ്റെ ഭാഗമായി തന്നെ വേണം PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ മനംമാറ്റവും ഒക്കെ കാണാൻ. ഇനി ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോഴുള്ള വഖഫ് ബോർഡ് അവർ യഥാർത്ഥത്തിൽ ഹംസ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഇത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇതൊരു ഇൻ്ററിം ഓർഡറാണ്. ഈ ഓർഡറിൽ ഇപ്പോൾ താൽക്കാലികമായി നയപരമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്, വേറെ ചെലവുകളൊന്നും നടത്തരുത് എന്നുള്ളതാണ് കോടതി പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനെ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പോയിട്ടുണ്ട്. പിണറായി സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കാര്യം കോടതിയിൽ പറഞ്ഞപ്പോൾ അവരും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ വിത്തിൻ ഷോർട്ട് ടൈം ഈ രണ്ടുപേരെ കൂടി നിയമിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിയമനങ്ങളിലേക്ക് കടക്കാൻ പിണറായി സർക്കാർ തയ്യാറായില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി വൈകിപ്പിക്കാനോ ചെറുക്കാനോ എങ്കിലും പിണറായി സർക്കാർ തയ്യാറായെങ്കിൽ മുസ്ലിം ലീഗിന് വലിയ പ്രാമുഖ്യമുള്ള VD സതീശൻ സർക്കാർ വരുമ്പോൾ ഞങ്ങൾ ഈ പറയുന്ന പോലെ സെക്ഷൻ 14 അനുസരിച്ച് എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റായി തന്നെ പാലിച്ചോളാം എന്നുള്ള ഒരു കാര്യമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകാൻ പോകുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഹർജികൾ പരിഗണനയിലാണ്. ആ നിയമത്തിനെതിരെ നിരവധി ഹർജികൾ വന്നിട്ടുണ്ട്. ആ ഹർജികൾ പലതും പരിഗണനയിലാണ്. ആ പരിഗണനയിൽ ഇരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഹർജികളൊക്കെ പരിഗണനയിൽ ഇരിക്കെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നൊരു വാദം സുപ്രീം കോടതിയിൽ ഉയരാനുള്ള സാധ്യതകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ നമ്മളൊരു അഫിഡവിറ്റ് കൊടുക്കേണ്ടി വന്നത് മറ്റ് നിരവധി സാഹചര്യങ്ങൾ കൊണ്ടാണെന്നൊക്കെ വാദിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്കിൽ പോലും അത് വാദിക്കുമ്പോൾ ഒരു സ്ലൈറ്റ്ലി എങ്കിലും വളരെ ചെറുതായിട്ടെങ്കിലും ഈ പറയുന്ന സുപ്രീം കോടതിയിൽ ഉയർത്തുന്ന വാദങ്ങളെ ലഘൂകരിക്കാനും എതിർവാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ഒരു ആയുധമായി ഉയർത്തിക്കാണിക്കാനും ഈ അഫിഡവിറ്റ് കൊണ്ട് കഴിയും എന്നുള്ളത് മറന്നു പോകരുത്. ഇനി ഇതേ ഘട്ടത്തിലാണ് ഉമർ ഫൈസി മുക്കവും അതുപോലെ മറ്റു ചില ആളുകളുമൊക്കെ തന്നെ 2 പേരെ ഇതിലേക്ക് നിയമിക്കുന്നതിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എനിക്കതിൽ മറ്റു ചില നിലപാടുകളുണ്ട്. ഞാൻ ഈ വഖഫ് നിയമ ഭേദഗതിയെ ഒരു പരിധിവരെ അനുകൂലിക്കുന്ന ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു കാര്യം നമ്മൾ രാഷ്ട്രീയമായി പറയാതെ വയ്യ, ഈ മുസ്ലിം ലീഗും അതുപോലെ തന്നെ അവരുടെ അണികളോടുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളാണ് BJPയും സംഘപരിവാറിനെയും ഒക്കെ എതിർക്കാൻ ഏറ്റവും ശക്തിയുള്ളത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യം അങ്ങേയറ്റം പച്ചക്കള്ളമാണ്.
അതിനെ കുറച്ചെങ്കിലും പ്രതിരോധിച്ചിട്ടുള്ളതും അതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ളതും LDFും പിണറായി വിജയൻ സർക്കാരുമാണ് എന്നുള്ളത് വാസ്തവം ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ 9 പേജുള്ള റിപ്പോർട്ടടക്കം ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള കോടതിയുടെ ഉത്തരവടക്കം അതുപോലെ തന്നെ മറ്റെല്ലാ രേഖകളും എൻ്റെ കൈവശമുണ്ട്. ഞാനിപ്പോൾ ചില സാങ്കേതിക പതിവ് വീണ്ടും എഡിറ്റൊന്നും ചെയ്യാറില്ല, നമ്മൾ നേരെ അപ്ലോഡ് ചെയ്യാണ് വീഡിയോ പതിവ്. അതുകൊണ്ടാണ് വീഡിയോൻ്റെ സൈഡിൽ അതൊന്നും കാണിക്കാത്തത്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. കൂടാതെ 4 പേർ, മറ്റ് 4 പേരും കൂടി ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോയിരുന്നു. അതിൽ ഒരാളുടെ ആവശ്യമെന്ന് പറയുന്നത് ഷിയ വിഭാഗത്തിൽ നിന്നുള്ള, ബോറയിൽ നിന്നുള്ള, അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങൾ ഇതിനകത്തുണ്ട് മുസ്ലിം സമുദായത്തിനകത്ത്, അവർക്കൊക്കെ പ്രാതിനിധ്യം കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള സ്റ്റാലിൻ ദേവൻ, അദ്ദേഹം പോയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇത് അങ്ങനെ തന്നെ റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതിന് ആവശ്യത്തോട് അനുസരിച്ചിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ കൂടി ഒരു മുസ്ലിം സാമാന്യ ജനത്തിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവരുടെയൊക്കെ പ്രചരണങ്ങളിൽ വീണ് എൻ ബ്ലോക്കായി UDFന് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളോട് ഇവർ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇപ്പോൾ വീണ്ടും മലക്കം പറഞ്ഞിരിക്കുന്നു ഈ വഖഫ് ബോർഡിൻ്റെ കാര്യത്തിലും അതിസുപ്രധാനമായ കാര്യത്തിലും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. PMCയുടെയൊക്കെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തരമൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കും എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് BJPയുടെ നിയമം ഞങ്ങൾ നടപ്പിലാക്കും എന്നുള്ള അവസ്ഥയിലേക്ക് VD സതീശൻ സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു. അതിനെ ന്യായീകരിക്കാൻ മുസ്ലിം ലീഗ് കൂടി കൂട്ടുനിന്നിരിക്കുന്നു. ഒളിച്ചുകളിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് കൂടി അദ്ദേഹത്തിനൊപ്പം കൂട്ടുനിന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം. ഇതിൻ്റെ അപകടമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, വേണമെങ്കിൽ ഈ പറയുന്ന മറ്റു മതവിഭാഗങ്ങളെയും ബാക്കിയുള്ള ആളുകളെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ബോർഡ് ഉണ്ടാക്കുമ്പോൾ സുന്നികളായിട്ടുള്ള ആളുകൾ ന്യൂനപക്ഷമാകാനുള്ള സാധ്യതകൾ കൂടി തെളിയുന്നു എന്നുള്ളത് കൂടി നമ്മൾ മറന്നു പോകരുത്.